പ്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇത്രയും സ്നേഹമുള്ള വിശ്വാസികളെ, ഇന്ന് 50 നോമ്പിന്റെ രണ്ടാമത്തെ ശനിയാഴ്ച. ഇന്ന് നമുക്ക് ധ്യാനിക്കുന്നതിനായി ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യമാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പിന് കാരമില്ലാതെ പോയാൽ അതെങ്ങനെ എന്തോന്നുകൊണ്ട് അതിനെ രസം വരുത്തും? പുറത്ത് കളഞ്ഞ് മനുഷ്യ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളാവുന്നതല്ല. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. കർത്താവ് പറയുകയാണ്, നാം ഓരോരുത്തരും രുചി വരുത്തുന്ന ഉപ്പായി തീരണമെന്ന്. മറ്റുള്ള പദാർത്ഥത്തിൽ ലയിച്ചു ചേർന്ന് സ്വയമില്ലാതായി അതിന് രുചി വരുത്തുന്നതാണ് ഉപ്പ്. ഉപ്പ് എന്ന പദാർത്ഥം ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഭക്ഷ്യപദാർത്ഥത്തിൽ ലയിച്ചു ചേർന്നാൽ പിന്നെ അതിനെ കാണുവാൻ സാധിക്കുകയില്ല. എന്നാൽ അതിനെ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഇതുപോലെ ആയിരിക്കണം വിശ്വാസികൾ. മറ്റുള്ളവർക്ക് രുചി വരുത്തുന്ന അനുഭവമായിരിക്കണം നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. നമ്മുടെ സംസാരത്തിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ പെരുമാറ്റത്തിലും എല്ലാം ആ രുചി ഉണ്ടാകണം. ഈ രുചിയില്ലാത്ത ക്രിസ്തീയ ജീവിതം ഒരിക്കലും പൂർണ്ണമല്ല. അത് മറ്റുള്ളവർക്ക് ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളാകുന്നതല്ല എന്നാണ് കർത്താവ് പറയുന്നത്. മറ്റുള്ളവർ ചവിട്ടിക്കളയുന്ന ഉപ്പായിത്തീരുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. മറിച്ച് രുചിയുള്ള ഉറയുള്ള ഉപ്പായിത്തീരുവാനാണ്. എല്ലാവരും തീ കൊണ്ട് ഉപ്പിടുമെന്ന് മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്. ഉപ്പ് ഉണ്ടാക്കുന്നത് തീയിലൂടെയാണ്. ഉപ്പ് വെള്ളം തീയിൽ പറ്റിച്ചാണ് ഉപ്പുണ്ടാക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഉപ്പ് ഉറ ഉള്ളതും ഉറയില്ലാത്തതും ഉണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ ശോധന കൊണ്ട്, അഗ്നിയാവുന്ന ശോധന കൊണ്ട് ദൈവം നമ്മെ ഉപ്പാക്കി മാറ്റും. എന്നാൽ ഉറയുള്ള ഉപ്പായി മാറണമെങ്കിൽ നമ്മളെ അഗ്നിയിൽ ശോധന ചെയ്യുമ്പോൾ നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നവരായി തീരണം. ശോധനകൾ വരുമ്പോൾ, അല്ലെങ്കിൽ പരിശോധനകൾ വരുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ പെറുപുറത്തുകൊണ്ടും അല്ലെങ്കിൽ ശപിച്ചുകൊണ്ടും ദുഃഖിച്ചുകൊണ്ടും അതിൽ അഭിമുഖീകരിച്ചാൽ അതിനുണ്ടാകുന്നത് ഉറയില്ലാത്ത ഉപ്പായിരിക്കും. എന്നാൽ പീഡനങ്ങളെയും സഹനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നാം പീഡനങ്ങളെ സഹിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ ഉണ്ടാകുന്ന ഉറയുള്ള ഉപ്പായിരിക്കും. ആ ഉറയുള്ള ഉപ്പാണ് ഉയർപ്പിന്റെ അനുഭവം എന്ന് പറയുന്നത്. നാം 50 നോമ്പ് നോക്കി ഉയർപ്പിന്റെ അനുഭവത്തിൽ വരുമ്പോൾ ഉറയുള്ള ഉപ്പായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഉറയുള്ള ഉപ്പായി തീരുവാൻ നീ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സഹനങ്ങളെ, പ്രയാസങ്ങളെ, വേദനകളെ അഭിമുഖീകരിക്കുമ്പോൾ ദൈവമേ, അത് പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ, ക്ഷമയോടെ ആയിരിക്കുവാൻ, സഹനശക്തിയോടെ ആയിരിക്കുവാൻ, അത് സ്നേഹത്തോടെ ആയിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ നാളെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാനായിട്ട് തന്നെ. ആമേൻ.